ട്രെയിൻ തീവെപ്പ് കേസിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മുൻകാല തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് NIA അന്വേഷണം ആരംഭിച്ചു. 1997-ൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള കേസുകളിലാണ് NIA അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതിയെ ഇനിയും പിടികൂടാനായിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലെത്തിയ ചെന്നൈ ആലപ്പുഴ തീവണ്ടിയുടെ ഒരു ബോഗി സ്ഫോടനത്തിൽ തകർന്ന് 3 പേർ മരിക്കുകയും 55 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്ഫോടനം നടന്ന തീവണ്ടിയിൽ നിന്ന് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് കേരള എന്ന പേരിലുള്ള കത്തും സ്ഫോടനത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുള്ള കുറിപ്പും കണ്ടെത്തിയിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് NIA വിശദമായി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. തൃശൂരിൽ സ്ഫോടനമുണ്ടായ അതേ സമയത്ത് തന്നെ തമിഴ്നാട്ടിലെ തൃശ്ശൂനാപ്പള്ളിയിലും ഈറോഡിലും തീവണ്ടികളിൽ സ്ഫോടനമുണ്ടായി 7 പേരും മരിച്ചിരുന്നു. അൽ ഉമ്മ എന്ന തീവ്രവാദ സംഘടനയാണ് സ്ഫോടനത്തിന് പിന്നിലെന്നായിരുന്നു തമിഴ്നാട് പോലീസിന്റെ കണ്ടെത്തൽ. പിടികൂടിയ 8 പ്രതികളെയും പുന്തമല്ലി പ്രത്യേക കോടതി 2010-ൽ കുറ്റമുക്തരാക്കിയിരുന്നു. ഈ സ്ഫോടനങ്ങളുടെ മുഖ്യ ആസൂത്രകനായ തൃശൂർ വെങ്കിടങ്ങ് സ്വദേശി ആയൂബ് എന്ന അഷ്റഫ് അലിയെ ഇനിയും പിടികൂടാനായില്ല. സംഭവ സമയത്ത് 24 വയസ്സുണ്ടായിരുന്ന പ്രതി ജീവിച്ചിരിപ്പുണ്ടെന്ന സൂചനയാലും കോഴിക്കോടുണ്ടായ തീവണ്ടി തീവെപ്പിന്റെ പശ്ചാത്തലത്തിലുമാണ് NIA അന്വേഷണം നടത്തുന്നത്. അന്ന് കേസ് അന്വേഷിച്ച കേരള പോലീസിന് പ്രത്യേക സംഘത്തിലുണ്ടായിരുന്നവരിൽ നിന്ന് NIA വിവരങ്ങൾ ശേഖരിച്ചു. തമിഴ്നാട് പോലീസിൽ നിന്നും NIA വിവരങ്ങൾ ശേഖരിച്ചു. കേരള റെയിൽവേ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അന്ന് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചത്. സമാന്തര അന്വേഷണം നടത്തിയ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് CID പോലീസാണ് ആയൂബ് ഒഴികെയുള്ള 8 പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട 3 തീവണ്ടികളിലാണ് ബോംബ് വെച്ചിരുന്നത്. തീവണ്ടികൾ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് സ്ഫോടനമുണ്ടായ വലിയ ദുരന്തമാണ് ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും തീവണ്ടികൾ നിർത്തിയിട്ടിരുന്ന സമയത്ത് സ്ഫോടനമുണ്ടായത് ദുരന്തത്തിന്റെ തീവ്രത കുറച്ചു. അയോധ്യയിലെ തർക്കമന്ദിരം തകർക്കപ്പെട്ടതിന്റെ 5ാം വാർഷിക ദിനത്തിലായിരുന്നു സ്ഫോടനങ്ങൾ. അന്ന് കേരളത്തിൽ ഹർത്താലായിരുന്നതിനാൽ തീവണ്ടികളിൽ യാത്രക്കാർ കുറഞ്ഞത് മരണസംഖ്യ കുറച്ചു. NIA അന്വേഷണങ്ങൾ സംസ്ഥാനത്തെ മുൻകാല തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകുമെന്നാണ് കരുതപ്പെടുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങളോട് നേരത്തെ സംസ്ഥാനം ഭരിച്ച വിവിധ സർക്കാരുകൾ പുലർത്തിയ നിസ്സംഗതയാണ് തീവ്രവാദ പ്രവർത്തനത്തിന് കേന്ദ്രമാക്കി കേരളത്തെ മാറ്റിയതെന്ന ആരോപണങ്ങൾക്കിടെയാണ് മുൻകാല തീവ്രവാദ സംഭവങ്ങളെക്കുറിച്ചുള്ള NIA അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്.